ആടിയുലഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി. ഭരണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി. കൗൺസിലർ സുഗതനെ കാപ്പ ചുമത്തി ജയിലിലടച്ച നടപടി കാപ്പ ഉപദേശക സമിതിയും ശരിവെച്ചതോടെ ബി.ജെ.പി. ഭരണസമിതി കടുത്ത പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന സുഗതനെ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കളക്ടറുടെ ഉത്തരവ് പ്രകാരം സുഗതനെ പിടികൂടാനെത്തിയ പോലീസിനെ ബി.ജെ.പി. അനുയായികൾ തടയാൻ ശ്രമിക്കുകയും തുടർന്ന് SHOയ്ക്ക് ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അനുയായികളുടെ ആക്രമണത്തിൽ പോലീസുകാർക്ക് പരിക്കേൽക്കുക കൂടി ചെയ്തതോടെ സുഗതനെതിരെ ശക്തമായ നിയമ നടപടികളിലേക്ക് അധികൃതർ നീങ്ങിയത്. നിലവിലെ ഉത്തരവനുസരിച്ച് 6 മാസത്തേക്ക് സുഗതന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും. ഈ നിർണായക നടപടി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പിയുടെ ഭരണത്തെ തന്നെ ഉലയ്ക്കുന്നതാണ്. സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണം പിടിച്ച കോർപ്പറേഷനിൽ സുഗതന്റെ സത്യപ്രതിജ്ഞ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നും അടിയന്തരമായി ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സുഗതന് കൗൺസിലർ സ്ഥാനം പൂർണ്ണമായും നഷ്ടമാകും. നിയമപ്രകാരം തുടർച്ചയായി 3 കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുത്തില്ലെങ്കിൽ കൗൺസിലർ അയോഗ്യനാക്കപ്പെടും. കഴിഞ്ഞ 2 യോഗങ്ങളിൽ സുഗതൻ പങ്കെടുത്തിരുന്നില്ല. ഇയാളെ സഹായിക്കാൻ വേണ്ടിയാണ് ബി.ജെ.പി. നേതൃത്വം പുതിയ കൗൺസിൽ യോഗങ്ങൾ വിളിക്കാത്തതെന്ന കടുത്ത ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്തെത്തിയതോടെ കോർപ്പറേഷനിൽ വലിയ രാഷ്ട്രീയ പുകിലുകളാണ് നടക്കുന്നത്. മാത്രമല്ല, വട്ടിയൂർക്കാവ് പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ആർ സുഗതൻ. നിരവധി ഗുരുതരമായ ക്രിമിനൽ കേസുകളാണ് ഇയാൾക്കെതിരെ നിലവിലുള്ളത്. 2019 ഓഗസ്റ്റ് 25-ന് ഒരാളെ കല്ലുകൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിന് സുഗതനെതിരെ കേസെടുത്തിരുന്നു. അതിനുശേഷം 2003 ജൂലൈയിൽ 2 വലിയ അക്രമ സംഭവങ്ങളിൽ ഇയാൾ പ്രതിയായി. ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി വാഹനങ്ങളും വീടും അടിച്ചു തകർത്തതിനും ഭർത്താവിനോടുള്ള പക തീർക്കാൻ ഭാര്യയെ വീട്ടിൽ കയറി ആക്രമിച്ചതിനുമാണ് അന്ന് കേസെടുത്തത്. അക്രമങ്ങളുടെ പരമ്പര പിന്നീടും 2025-ലും തുടരുകയുണ്ടായി. 2025 മാർച്ചിൽ ബിസിനസ് തർക്കത്തെ തുടർന്ന് ഒരു യുവാവിനെ ആക്രമിച്ച കേസിൽ ഇയാൾക്കെതിരെ വീണ്ടും മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ ശ്രമത്തിന് കുറ്റം ചുമത്തി. അതേ വർഷം ജൂലൈയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ശമ്പളം നൽകാത്തതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഒരു ജുഡീഷ്യൽ ഓഫീസറെ ഭീഷണിപ്പെടുത്തിയതിനും സുഗതനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി 2026 ഫെബ്രുവരിയിൽ VK പ്രശാന്ത് MLA നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലും ഇയാൾക്കെതിരെ കേസെടുത്തിരുന്നു. ശിശുമന്ദിരം ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുകയും മന്ദിരത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടന ചടങ്ങ് തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നതായിരുന്നു ഈ കേസ്. ഇത്രയധികം കേസുകൾ നിലനിൽക്കെയാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സുഗതനെ വാഴോട്ടുകോണം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കിയതും ഇയാൾ വിജയിച്ചതും. ഇപ്പോൾ കാപ്പ സമിതിയും നടപടി ശരിവെച്ചതോടെ സുഗതന്റെ രാഷ്ട്രീയ ഭാവി വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. അതേസമയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷന്റെ നിയന്ത്രണം പിടിച്ചെടുത്ത് ചരിത്രം രചിച്ച ഏകദേശം 6 മാസത്തിനു ശേഷം കേരളത്തിൽ ബി.ജെ.പി. നിയന്ത്രിക്കുന്ന ഏക മുനിസിപ്പൽ കോർപ്പറേഷനുമേലുള്ള അവരുടെ സ്വാധീനം പ്രതിസന്ധിയിലാണ്. ഈ മാസം ആദ്യം അവരുടെ കൗൺസിലർമാരിൽ ഒരാളുടെ അറസ്റ്റ് ആരംഭിച്ചതോടെയാണ് ഈ പ്രശ്നം ഉടലെടുത്തത്. 101 അംഗം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് 50 കൗൺസിലർമാരുണ്ട്. ഒരു സ്വതന്ത്ര കൗൺസിലറുടെ പിന്തുണയോടെ ബി.ജെ.പിക്ക് പ്രവർത്തിക്കുന്ന ഭൂരിപക്ഷമുണ്ട്. ഇതോടെ അവരുടെ ഫലപ്രദമായ അംഗബലം 51ആയി. LDFന് 29 കൗൺസിലർമാരും മറ്റൊരു സ്വതന്ത്രന്റെ പിന്തുണയുമുണ്ട്. അതേസമയം UDFന് 20 കൗൺസിലർമാരുണ്ട്. സുഗതനെ അയോഗ്യനാക്കിയാൽ വാഴോട്ടുകോണം വാർഡിൽ ഒഴിവ് വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഇവിടെ ബി.ജെ.പി. പരാജയപ്പെട്ടാൽ പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടും. അവിശ്വാസ പ്രമേയം വന്നാൽ പാർട്ടി ദുർബലമാകും. കേരളത്തിൽ തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ സജീവമായി ശ്രമിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയുടെ ആദ്യ വിജയം ഒരു നാഴികക്കല്ലായ രാഷ്ട്രീയ മുന്നേറ്റമായി ആഘോഷിക്കപ്പെട്ടിരുന്നു. 2030 ആകുമ്പോഴേക്കും തിരുവനന്തപുരത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 3 നഗരങ്ങളിലൊന്നായി മാറ്റുമെന്ന് ബി.ജെ.പി. പ്രതിജ്ഞയെടുത്തിരുന്നു. പൗരാടിസ്ഥാന സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം, കുടിവെള്ള വിതരണം, ഭരണം എന്നിവയിലെ മെച്ചപ്പെടുത്തലുകളിലൂടെയാണ് ഇത് സാധ്യമാക്കുന്നതെന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ ബി.ജെ.പിക്ക് നിർണായകമാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.